ഫ്രണ്ട്സ്, ഇന്ന് വലിയൊരു അപകട വാർത്തയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുളപ്പുറം കൂരിയാട് ഭാഗത്ത് പാടത്ത് മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. ഹൈവേൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും മണ്ണിടിഞ്ഞ് താഴ്ന്നതുണ്ട്. കാണാൻ നമുക്ക് ഞാൻ ഇന്നലെ ലൈവ് ചെയ്തിരുന്നു. അതിൻ്റെ ശേഷമാണുള്ള ഇന്ന് വീഡിയോ എടുത്തിട്ടാണ്. ഇവിടെയൊക്കെ ജനങ്ങൾ വന്ന് നിൽക്കുന്നത് കാണാം. ഈ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. കാണാം വലിയ തോതിൽ ഫുൾ വർക്ക് കഴിഞ്ഞു എന്നുള്ള വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നത്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇങ്ങനെ കാണാം നമുക്ക്. ഇനി അധികം പെട്ടെന്നൊന്നും വർക്കുകൾ തുറന്നു കൊടുക്കാൻ സാധ്യതയില്ല. ഹൈവേ ഇവിടെ വളരെ കൂടുതൽ ദിവസം ഈ വർക്ക് എടുത്താൽ മാത്രമാണ് ഇവിടെയൊക്കെ ഇനി വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആണ്, പാടത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ മണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാറൊക്കെ പെട്ടത് കാണാം നമുക്ക്. കാറ് ആക്സിഡൻറ്റ് അല്ല 2:30 മണിക്ക് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാണാം ഇത്രയും വലിയ ഒരു അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വാഹനം ഒരു കാറ് മാത്രമാണ് അപകടത്തിൽ പെട്ടത്. ഇവിടെ ജനങ്ങളൊക്കെ ഭയങ്കര പ്രതിഷേധത്തിലാണ്. കുറേ ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് കാണുന്നുണ്ട്. ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് ഈ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ കക്കാട് ഭാഗത്തൂടെയാണ് പോകുന്നത്. കക്കാട് ഭാഗത്തൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത്. അതുപോലെ കുന്നുംപുറം വഴി, വേങ്ങര വഴി അങ്ങനെയും വാഹനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേളാരി വഴി, താനൂര് അങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത്. ജനങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. കുറേ ചാനലുകാർ വന്നിട്ടുണ്ട്. പലരും അഭിപ്രായങ്ങൾ പലതും പറയുന്നുണ്ട്. ഇതിനു മുന്നേ NRC കമ്പനീനെ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അവരിത് അത്ര ശ്രദ്ധിച്ചില്ല എന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. ഒരു ഭൂമിക്കുലുക്കൊക്കെ ഉണ്ടായ പോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാണാം ഒരുപാട് റോഡ് വിണ്ട് കീറി പോയത് കാണാം നമുക്ക്. നല്ല ആഴത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് പോകാൻ തന്നെ പേടിയാവുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിൻ്റെ ശേഷം ആ പുതിയ ക്രാഷ് ബാരിയറാണ് ഇപ്പോൾ വിണ്ടിട്ടുള്ളത്. കാണാം ഇവിടെയൊക്കെ വിള്ളിച്ച് വന്നിട്ടുണ്ട്. താഴ്ഭാഗത്ത് പോലീസ് ആളുകളൊക്കെ വന്ന് കൂടി നിൽക്കുന്നത് കാണാം. സർവീസ് റോഡിൻ്റെ ഭാഗത്താണ്. അങ്ങനെ വലിയ രീതിയിൽ വിണ്ട് പോയിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റിൻ്റെ ക്രാഷ് ബാരിയർ വരെ പൊട്ടി. ഇത് കാണാം ഇവിടെ. ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഈ സൈഡിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ സൈഡിൽ ഇവിടെയും സെൻറ്റർ ഭാഗത്തൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗത്തേക്കൊക്കെ പൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് ഇനി പുതുതായിട്ട് റോഡ് പണി ചെയ്യേണ്ടി വരും. വർക്ക് വേഗത്തിലാക്കാന്നുള്ള തിരക്ക് പിടിച്ച രീതിയിൽ വർക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ വേണ്ടത്ര റോഡ് ഉണക്കം പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം വാഹനങ്ങൾ പോയതിന് ഈ ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ പോയിരുന്ന്. അതുകൊണ്ട് വെയിറ്റ് താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അവിടുത്തെ റോഡ് താഴ്ന്നു പോയിരിക്കുക. ആ വെയിറ്റ് കൊണ്ട് പാടത്തുള്ള മണ്ണ് വരെ നീങ്ങിപ്പോയതാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ഇവിടെ സൈഡിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു ഡ്രെയിനേജ് കൊടുത്ത് കാണാം നമുക്ക്. ഈ സൈഡിൽ വെള്ളം നിൽക്കാതിരിക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിന്ന്. അതിന് ശേഷം വെള്ളം ഇറങ്ങിയതാണോ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ പൊട്ടുകൾ സംഭവിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് എന്താ നോക്കാം. ഇവിടെ ചാനലുകാരുണ്ട് കാണാം നമുക്ക്. ചാനലുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ചാനൽ റിപ്പോർട്ടർ, മനോരമ അങ്ങനെയുള്ള ചാനലുകാരെല്ലാവരും ഉണ്ട് ഇവിടെ കാണാം. ഇവിടൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പൊട്ടി കാണാം. നമുക്ക് കാണാം ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. വളരെ ദൂരത്തിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം
ഇതിൻ്റെ പൊട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. നമുക്ക് കാണാം, വലിയൊരു ദൂരം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ചെയ്ത് അവസാന ഘട്ടത്തിൽ എത്തിയ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ ടാറിങ് വരെ നടക്കാനുള്ള രീതിയിലേക്കായിന്ന്. ലാസ്റ്റ് ഫൈനൽ ഭാഗമാണ് അവിടെ കാണാം. നമുക്ക് കട്ട വെച്ചുള്ള ഭാഗത്ത് ഫൈനലായിന്ന്. അതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. ഇവിടെ വരെ ക്രഷ് ബാരിയറിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് വലിയ രീതിയിൽ താഴ്ന്നിട്ടുള്ളത്. അത് ഇതിന് മുന്നേ നമ്മൾ വേറെ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് ആലപ്പുഴ ഭാഗത്തൊക്കെ പാലം താഴ്ന്നു പോയി പൊട്ടിപ്പോയി എന്നുള്ളൊക്കെ വർക്കുകള് വീഡിയോകളൊക്കെ വന്നിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ കണ്ടതിൽ ഏറ്റവും വലിയൊരു അപകടമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വലിയത്. ഇവിടെ കാണാം, വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും കമ്പനിക്ക്. ഏറ്റവും വലിയൊരു കാര്യം, ആളുകൾക്കൊന്നും അപകടം പറ്റിയിട്ടില്ല. ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും അതൊക്കെയാണ്. ആക്സിഡൻറ്റുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സമയങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഈ 2 മണിയൊക്കെ സമയത്തൊക്കെ നല്ല വാഹനങ്ങൾ ഓടാറുണ്ട്. അതുകൊണ്ട് അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ കമ്പനീൻ്റെ കുറേ വർക്കേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പുതുതായി എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോയി നോക്കാം. നമുക്ക് ഇവിടെ കാണാം, വളരെ കുറഞ്ഞ ഹൈറ്റ് മാത്രമാണ് ഇനി മണ്ണ് ഫില്ലിങ്ങിന് ബാക്കി ഉണ്ടായിരുന്നത്. ആ സൈഡിൽ കട്ട വെച്ചുള്ള വർക്ക് അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവിടേക്കൊക്കെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്, വിള്ളിച്ച സംഭവിച്ചിരുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരെ പോലീസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ജനങ്ങളിവിടെ നിർത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് പോകാനെ. പുതുതായിട്ട് ടാറ് കഴിഞ്ഞ ഭാഗമാണത്. നല്ല അടിപൊളിയായിട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് അപ്പോൾ ഇത്. അവിടെയാണ് ഒരു കാറ് പെട്ട് കിടക്കുന്നത്. കാറ് കാണാൻ നമുക്ക് ആളുകളൊക്കെ ഇവിടുന്ന് മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങളൊക്കെ പറയുന്നത് കമ്പനി വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. പാടത്തൂടെ ഉള്ള ഒരു വർക്കായതുകൊണ്ട് വെള്ളം വരുന്ന പാടാണ്, വെള്ളം നിൽക്കുന്ന പാടാണ്. അപ്പം ഇവിടെയൊക്കെ ആളുകൾ പറയുന്നത് ഈ ഭാഗത്തൊക്കെ ഫില്ലറിലൂടെയാണ് ഹൈവേ പോകേണ്ടത്. വളരെ ഒരു അനാസ്ഥയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്നാണ് ആളുകൾ പറയുന്നത്. ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ പറയുന്നത് വളരെ ചെലവ് ചുരുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണ് ഫില്ലിങ് നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് ഭാഗത്തൊക്കെ വളരെ ഹൈറ്റിൽ നല്ല രീതിയിലുള്ള വയഡക്റ്റുകൾ, ഫ്ലൈ ഓവറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കാരണം വളരെ ചെലവ് ചുരുക്കിയ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം. ഇനിയും കുറേ പേര് പറയുന്നുണ്ട് തലപ്പാറ ഭാഗത്ത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഈ വാൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇങ്ങനെ അടിഭാഗം അങ്ങോട്ട് പോയതാണ് പാടത്തേക്ക്. പാടത്തിൻ്റെ ഭാഗത്ത് മണ്ണ് ഇവിടെ പൊങ്ങി, പുതുതായിട്ട് ഇവിടെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് മുന്നേ JCB കൊണ്ടുവന്നിട്ട് അവരും അതൊക്കെ ഒഴിവാക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ആളുകൾ പ്രതിഷേധിച്ച് അതൊക്കെ എടുത്ത് ഓടിച്ചിട്ടുണ്ട് ആളെ. കുറേ ഭാഗത്തുനിന്ന് ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്, ഓരോ വാർത്ത അറിഞ്ഞ്. അപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണ് ഫില്ലിങ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഭാഗത്തായിരുന്നു മണ്ണ് ഫില്ലിങ് ബാക്കി ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ഭാഗത്ത് വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ വർക്കിൻ്റെ ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആണ് പകൽ സമയത്ത് 2 മണിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മഴയുള്ള സമയത്താണെങ്കിൽ മഴയുടെ കാരണത്താലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇത് മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഇവർ വർക്കൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട്. ഇവിടെ കാണാൻ പുതുതായിട്ട് കൊണ്ടുവന്ന് തട്ടിയ മണ്ണുകളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട്. ഇതാണ് ഈ റോട്ടിലേക്ക്. ഇവിടെയുണ്ട് റിപ്പോർട്ടർ ചാനല്.
വേങ്ങര റോഡിന്റെ ഭാഗത്താണ് ആളുകളൊക്കെ വന്ന് നിൽക്കുന്നത്. അവിടെ ഇവിടെ പോലീസ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കാതെ ആളുകളെ പിടിച്ചിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകണ്ട, അവിടെ പോയേക്ക്, ആണ്ട് പോയേക്ക്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള ഭാഗത്ത് ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ച് അടക്കുന്നുണ്ട്. കുറച്ച് വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ എന്തോ വഴി നോക്കുന്നുണ്ട് തോന്നുന്നു. ഈ വഴിയിലൂടെ വലിയൊരു ബ്ലോക്കാനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വലിയ രീതിയിൽ ബ്ലോക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ഇതിൻ്റെ ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ബ്ലോക്ക് അനുഭവിച്ചിട്ട് വാഹനങ്ങൾ വന്ന് നിൽക്കുന്നത് കാണാം. വേങ്ങര റോട്ടിൽ ചെറിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വേങ്ങര റോഡിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ വലിയ രീതിയിൽ ബ്ലോക്ക് അനുഭവം തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടാണ് കൂടുതൽ ഭാഗത്തേക്ക് ബ്ലോക്ക്. ഇപ്പോൾ ഏത് ഭാഗത്തൂടെ വാഹനങ്ങൾ പോകേണ്ടതെന്ന് കുറേ പേർക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ വഴിയൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് ആളുകൾ കൺഫ്യൂഷനിലാണ്. മീഡിയ വൺ ഉണ്ട്, പോലീസ് വണ്ടി ഉണ്ട്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ മാതൃഭൂമി ചാനല്, എല്ലാ ചാനലുകാരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും, വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്കൊന്നും എല്ലാ വാർത്തകളും നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും. എന്നാലും നമ്മൾ ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കണേ. ഈ ലോറിയിലാണ് ഇവിടുന്ന് ഉള്ള ഈ ക്രാഷ് ബാരിയറുകൾ കയറ്റി കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടുന്ന് എവിടേക്കാണ് എന്താ ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയുന്നില്ല. ആ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറുകൾ എടുത്തു മാറ്റാണ് ഇങ്ങോട്ട് ഈ ലോറിയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളപ്പുറം കൂരിയാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഈ അടുത്ത കാലത്തൊന്നും ഓപ്പൺ ആവുമെന്ന് തോന്നുന്നില്ല. വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. വലിയൊരു ബ്ലോക്ക് തന്നെയാണ് ആ ഭാഗത്തേക്ക്. ഒരു പക്ഷേ ഈ എടുത്തു മാറ്റിയതിന് ശേഷം ഇതിലൂടെ വാഹനങ്ങൾ ചെറിയ രീതിയിൽ ഈ സൈഡിലൂടെ കടത്തി വിടാനുള്ള ഒരു പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ ശേഷമാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 മണിക്ക് വീഡിയോ ഇട്ടതായിരുന്നു. അതിൻ്റെ മുന്നേ 2:30-ക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ നമ്മളെല്ലാ വർക്കും കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷമായിരുന്നു ഇങ്ങനൊരു അപകടം. അപ്പോൾ കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും നീ ഇതിപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന്. ആ സമയത്ത് ഞാൻ ഇവിടെ ലൈവ് ഇട്ടായിരുന്നു. കുറച്ച് പേർക്ക് ഒക്കെ ലൈവ് കണ്ടിരുന്നു കാണും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. വലിയൊരു അപകടം തന്നെയാണ്. വളരെ കൂടുതൽ ദൂരമാണ് ഭാഗത്താണ് ഇങ്ങനെ റോഡ് പൊട്ടിപ്പോയിട്ടുള്ളത്. ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ടുള്ള കുറേ പേര് ഇവിടെ കാണാം. കോഴിക്കോട് ബസ്സാണ് പോകുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ചമ്മാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ച് ബസ്സുകൾ ആ വഴി വന്നിട്ട് അവിടെ ഒരു ചെറിയ റോഡുണ്ട് നമ്മുടെ, ആ വഴിയിലൂടെയാണ് ഇങ്ങനെ കുളപ്പുറം വഴി അങ്ങനെയും പോകുന്നുണ്ട് കുറച്ച് പേര്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പോകുന്നത്. ഹൈവേയിൽ വലിയൊരു ബ്ലോക്കാണ് ഉണ്ടായിട്ടുള്ളത്. മണിക്കൂറുകളോളം ഇപ്പോൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് വാഹനങ്ങൾ. അപ്പോൾ ഇതാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ ഇപ്പോൾ ചാനലുകളൊന്നും പോയിട്ടില്ല. ചാനലുകളൊക്കെ എപ്പോഴും ഇതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ താഴ്ന്നു പോയൊരു ഭാഗം ഇവിടെ തന്നെയാണ്.